ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി പൊന്മുടി തൂക്കുപാലത്തിൻ്റെ സമീപത്താണ്. 1970 കാലഘട്ടത്തിൽ പൊന്മുടി ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന അവസരത്തിൽ എറണാകുളത്ത് നിന്നും കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുക്കൾ പുഴയ്ക്ക് മറുകര എത്തിക്കുവാൻ വേണ്ടി KSEB 100 അടി ഉയരത്തിൽ ഉരുക്കുവടങ്ങളിൽ ഈ തൂക്കുപാലത്തിന് രൂപം കൊടുത്തത്. ജില്ലയിൽ തൂക്കുപാലങ്ങൾ അനവധി ഉണ്ടെങ്കിലും വാഹന ഗതാഗത സൗകര്യമുള്ള ഒരേ ഒരു തൂക്കുപാലം പൊന്മുടി തൂക്കുപാലമാണ്. ആരംഭഘട്ടത്തിൽ തൂക്കുപാലത്തിൽ പലകകളാണ് വിരിച്ചിരുന്നത്. കാലക്രമേണ പലകകൾ ദ്രവിച്ചു പോയ സാഹചര്യത്തിൽ പൊതുമരാമത്ത് പലകകൾ എടുത്തു മാറ്റി പകരം കട്ടിയേറിയ ഷീറ്റുകളാണ് വിരിച്ചിട്ടുള്ളത്. പുഴയിൽ വെള്ളം വളരെ കുറവായതിനാൽ പുഴയുടെ അടിഭാഗം നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. പാറകളിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ നമ്മളിൽ വളരെയേറെ കൗതുകമുണർത്തുന്നവയാണ്. ചെറുതും വലുതുമായ അനേകം കുഴികളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശക്തിയേറിയ നീരൊഴുക്കിൽ പാറകളെല്ലാം വളരെയേറെ മിനുസപ്പെട്ടിരിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില പാറകൾ കാണുമ്പോൾ വലിയ ബേക്കറിയിൽ മുറിച്ചു വച്ചിരിക്കുന്ന ഹൽവയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചെറുതും വലുതുമായ കുഴികൾ പാറകളിൽ രൂപപ്പെടുവാനുള്ള കാരണം ശക്തമായ നീരൊഴുക്കിൽ ചെറിയ കുഴികളിൽ കിടന്ന കല്ലുകൾ കറങ്ങുകയും അങ്ങനെ കറങ്ങിയാണ് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കുഴികൾ പാറയിൽ രൂപപ്പെട്ടു വരുന്നത്. സ്വദേശീയരും വിദേശീയരുമായ ധാരാളം ആളുകൾ പാലം കാണുവാനും പൊന്മുടി ഡാം കാണുവാനെല്ലാം നിരന്തരം ഇവിടെ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനുമുള്ള തിരക്കിലാണ്. പാലത്തിൻ്റെ ബലക്ഷയം കണക്ക് കൂട്ടി വാഹന ഗതാഗതം KSEB ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. വിശന്നു പറഞ്ഞ ഒരു വാനരൻ ആഹാരം തേടിപ്പോകുന്നത് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ആളുകൾ വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇനിയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.